10 പൈസ ചിലവില്ലാതെ എത്ര പ്രായമുള്ളവർക്കും മുടി നല്ല കട്ടിയോടുകൂടി വളരാനായിട്ടുള്ള സൂപ്പർ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള പൂവുള്ളതില്ലേ, ഇത് പാടത്താണ് മെയിനായിട്ട് കാണാറുള്ളത്. പക്ഷെ നന്നായിട്ട് പുല്ല് വളരണ പറമ്പുകളിലും ഇത് ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ അതിനെ കഞ്ഞുണ്ണി എന്നാണ് പറയാറ് കേട്ടോ. കഞ്ഞുണ്ണി, കയ്യോന്നി, ഭൃങ്ങാരാജ്. നമ്മൾ വാങ്ങുന്ന മിക്ക ഹെയർ ഓയിലുകളിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞുണ്ണി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മുടെ പേരയിലയാണ് വേണ്ടത്. അധികം മൂക്കാത്ത പേരയിലയാണ് വേണ്ടത്. നാച്ചുറൽ വോളുമൈസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പേരയില. അതായത് മുടിയുടെ തിക്നെസ് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറ്റി താരം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി പെട്ടെന്ന് തന്നെ മുടി വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് പേരയില. ഇപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യുന്നതിന് മുൻപ്, അതായത് പേരയില ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ പുരട്ടി കൊടുക്കണം. കാരണം മുടി കുറച്ച് ഡ്രൈ ആക്കുന്ന പാക്കാണ് പേരയില വെച്ചിട്ടുള്ളത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിയിലയാണ് കേട്ടോ. നാടൻ ചെമ്പരത്തി കിട്ടിയില്ല, അത് കാരണം ഞാൻ കട്ട ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ചെമ്പരത്തിയില ഏത് ഉപയോഗിച്ചാലും നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു കാര്യം നമ്മൾ ആഴ്ചയിൽ 3-4 വട്ടം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ തിരക്കുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വന്നിട്ടായാലും ചെയ്താൽ മതി. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 നെല്ലിക്കയാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ കാണിച്ചതേ ഉള്ളൂ. നെല്ലിക്ക മിക്സിയിലിടുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നെല്ലിക്ക നമ്മൾ ഡെയിലി ഒരെണ്ണം കഴിക്കുന്നതും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നന്നായി വളരാനായിട്ട്, ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരുന്ന പ്രീമച്വർ ഗ്രേ ഹെയർ ഇല്ലാതാക്കാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നെല്ലിക്ക ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക ലേഹിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. പെട്ടെന്ന് തന്നെ മുടി വളർത്താനായിട്ട് നല്ലതാണ് നെല്ലിക്ക കൊണ്ടുള്ള ലേഹി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് വേണ്ടത് കട്ടൻ ചായയാണ് കേട്ടോ. നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് കട്ടിയിലുള്ള പാക്കല്ല, ഇത് ഒരു ഹെയർ ഗ്രോത്ത് സെറം എന്നൊക്കെ പറയാം നമുക്ക്. ഇത് കണ്ടോ, നല്ല വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇത് അരിച്ച് അതിൻ്റെ ജ്യൂസ് എല്ലാം എടുക്കാം. അതിന് ശേഷം ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ സ്കാൾപ്പിൽ, തലയോട്ടിലും ഹെയറിലും തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് ഒരാഴ്ചയ്ക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപാണ് നമ്മുടെ തലയിൽ ഉപയോഗിക്കേണ്ടത്. തണവ് വിടാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ തേക്കരുത്, കോൾഡ് വരും. അപ്പോൾ തണവ് വിടാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് 100% റിസൾട്ട് ഉറപ്പാണ്. ആഴ്ചയിൽ 3-4 വട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് ഞാനും എൻ്റെ അമ്മയും ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 60 വയസ്സാവാറായി. ഇപ്പോഴും അമ്മയുടെ മുടിക്ക് നല്ല തിക്കൊക്കെ ഉണ്ട് കേട്ടോ. മുടിയിൽ ഗ്രേ ഹെയർ വരാതിരിക്കാൻ, അകാല നിര വരാതിരിക്കാൻ, നിര വരാതിരിക്കാൻ, വന്നര പോവാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.